ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ഔതക്കുട്ടി ചായനോട് പറയുന്നുണ്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ല, മദ്യപാനം കുറയ്ക്കണം, എല്ലാവരും കുറയ്ക്കണം, പപ്പയോടും പറയണമെന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സാരില്ല മോളെ, അവൻ വളരെ ഞാൻ എന്തായാലും നിർത്താൻ പോവാണ്, പിന്നെ അവൻ്റെ കാര്യം എനിക്കറിയില്ല, അത് പറ്റില്ല അപ്പച്ച. രണ്ടുപേരും ഒരുപോലെ ഇങ്ങനെ മദ്യപിക്കുന്നത് ശരിയല്ല. അപ്പച്ചൻ കൂടെ ഇരുന്നിട്ടല്ലേ പപ്പയും ഇതുപോലെ കഴിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, മോള് വിചാരിക്കും പോലെ ഒന്നുമല്ല. ഞാനിപ്പോൾ മോള് വന്നതിന് ശേഷം ഒക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ശരി, നോക്കാം. മോളൊരു കാര്യം ചെയ്യും, ചെന്ന് കിടന്നോ. ഇല്ല, എന്നെ എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് അലീന പറയുക. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ടോ, അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ മോളെ, മോളൊന്നും കൊണ്ട് പേടിക്കണം, നമുക്ക് പതിയെ പതിയെ അവൻ്റെ ഇതൊക്കെ മാറ്റിയെടുക്കാം, അതൊക്കെ ശരിയായിക്കോളും. പക്ഷേ മോളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഞാൻ വേറെ ഒരു സോഡ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വലുതായിട്ടൊന്നും മദ്യപിച്ചിട്ടില്ല. കൊള്ളാം, രണ്ടുപേരും കൊള്ളാം. ശരി, എന്നാൽ മോളൊരു കാര്യം ചേച്ചിയെന്ന് കിടന്നോന്നും പറഞ്ഞ് അലീനേനെ സമാധാനിപ്പിച്ച് കൊണ്ടുപോയി കിടത്താൻ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ കടപ്പാട്ട് വീട്ടിൽ രാത്രി തന്നെ നമ്മുടെ രോഹി കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഫോണിൽ ബബിതേനെ വിളിക്കാം കേട്ടോ താഴെ. ബബിത ചോദിക്കണം, എന്താ രോഹിയേട്ടാ നീ ഇങ്ങനെ കയറി വന്നേ, എനിക്കൊന്ന് കാര്യം സംസാരിക്കാനുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് വന്നാലേ പറ്റൂ, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണം, നീ ഇങ്ങോട്ട് കയറി വാ. അങ്ങനെ ബബിത നേരെ മേളിലേക്ക് കയറി വരുവാണ് കേട്ടോ. അപ്പോൾ രോഹിയാണെങ്കിൽ ബബിതയോട് സംസാരിക്കുകയാണ്, നീ ഇന്ന് ചെയ്തത് ഒട്ടും ശരിയായില്ല, എന്തിനാ ഇങ്ങനെയൊക്കെ പറയാനും വഴക്കൂടാനൊക്കെ പോയത്, പിന്നെ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ബബിതയും ചോദിക്കാനോ. അച്ഛൻ അത് നല്ല വിഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ ഒന്നാതെ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, നമ്മളായിട്ട് വെറുതെ മാനസികമായിട്ട് അവരെ പ്രയാസപ്പെടുത്തരുത്. എനിക്കും ആഗ്രഹമൊന്നുമില്ല പ്രയാസപ്പെടുത്തണമെന്ന്, പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അമ്മയുടെ നാക്ക് ഒരിക്കലും ശരിയാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ബബിതയും പറയാം കേട്ടോ. അപ്പോൾ രോഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ വിചാരിക്കണ പോലെയല്ല കാര്യങ്ങൾ, നമ്മൾ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യണം. അലീന ചേച്ചി പോയപ്പോൾ എന്താ പറഞ്ഞിട്ട് പോയത്, പ്രശ്നങ്ങളും വഴക്കൊന്നും ഉണ്ടാക്കരുത്, അച്ഛനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നടക്കരുതെന്നല്ലേ. പിന്നെ അച്ഛൻ്റെ അലീന ചേച്ചിയുടെ ആഗ്രഹം തന്നെ ഇവർ ഒരുമിച്ച് ജീവിക്കണമെന്നാണ്. അത് നമ്മളായിട്ട് എന്തിനാണ് ഇങ്ങനെ, അതുകൊണ്ട് ഇനി നീ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം ബബിതേ. ഏടൻ എന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത്, അമ്മ ചെയ്ത പ്രവൃത്തി നല്ലതാണെന്നാണോ? അങ്ങനെയല്ല, അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമുക്കത് നിർത്താൻ കഴിയില്ല, നമ്മൾ കുറേ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞങ്ങ് പോകണം ബബിതേ, അതാണ് വേണ്ടതെന്ന് രോഹി ബബിതയ്ക്ക് ഉപദേശം കൊടുക്കാനുണ്ടോ. അപ്പോൾ ബബി ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ, അച്ഛനിങ്ങനെ മേളിൽ പോയി ചെന്ന് കിടക്കുകയും മാറിക്കിടക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അമ്മയ്ക്കും ഇത്രത്തോളം ദേഷ്യം എന്ന് എനിക്ക് തോന്നണേ. അതിൻ്റെ കാര്യം എന്തായിരിക്കും? എനിക്കറിയില്ല, അത് അവർക്ക് തന്നെയല്ലേ അറിയൂ. ചിലപ്പോൾ അമ്മയ്ക്ക് അച്ഛനോട് തീരെ ബഹുമാനം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ അലീന ചേച്ചി ഇവിടെ നിന്ന സമയത്തെ മോശമായിട്ടൊക്കെ അച്ഛനും അലീന ചേച്ചിയും ചേർത്തൊക്കെ അമ്മ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെയൊക്കെ ദേഷ്യം കൊണ്ടായിരിക്കും അച്ഛൻ മാറിക്കിടക്കുന്നതെന്നാണ് തോന്നുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ആവാൻ വഴിയില്ല. എന്തായാലും അത് അവരുടെ കാര്യമല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യ്, ഇനി വഴക്കിനോ പ്രശ്നത്തിനോ ഒന്നും പോവാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ലല്ലോ ലോഹിയേട്ടാ എന്നിങ്ങനെ നമ്മുടെ ബാബി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രോഹിയും പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല, നീ പ്രശ്നക്കാരി എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, കാര്യങ്ങൾ നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ബബിതയോട് രോഹിത്ത്. പക്ഷേ ഒന്ന് അലീന ചേച്ചിയെ ഇതിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അലീന ചേച്ചിക്ക് നല്ല വിഷമാവില്ലേ എന്നൊക്കെ അവർ ചോദിക്കുകയും ചെയ്യാനുണ്ട് പരസ്പരം. അപ്പം സാരമില്ല, അല്ലെങ്കിൽ തന്നെ അമ്മയും അച്ഛനും കൂടെ ഇവിടെ വഴക്കൂടുമ്പോൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അച്ഛൻ്റെ കണ്ണിൽ തീപ്പൊരിയാണ്, ഇനി വലിയൊരു വഴക്കിലേക്കോ പ്രശ്നത്തിലോ അടിയിലേക്കൊന്നും പോയാൽ ശരിയാവില്ല. രോഹിയേട്ടാ ഞാൻ പോയി അച്ഛനോട് സോറി പറഞ്ഞാലോ? വേണ്ട, നീ ഇനി സോറി ഒന്നും പറയാൻ വേണ്ട, അലീന ചേച്ചി പറഞ്ഞതുപോലെ ക്ഷമ, അതാണ് നമുക്ക് വേണ്ടത്, നീ മാക്സിമം ക്ഷമിക്കണം, അത്രയേ ഉള്ളൂ, എനിക്കും അതൊക്കെ തന്നെ പറയാനുള്ളൂ എന്ന് രോഹി പറയുന്നുണ്ട്. ബബിതയും രോഹിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ ഇനി പൊക്കോ. അങ്ങനെ ബബി നേരെ ഉറങ്ങാനായിട്ട് താഴേക്ക് വരുവാണ് കേട്ടോ. ആ സമയത്ത് താഴെ നല്ല ഇരുട്ടാണേ ഹാളിൽ. ബബി പതിയെ തപ്പിപ്പിടിച്ചാണ് താഴോട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് തന്നെ ലൈറ്റും വിടുന്നുണ്ട്, മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുക കേട്ടോ. അവിടെ വൈജ മാറി നിൽക്കുമായിരുന്നു. ഇവിടെ എന്തിനാ മേളിലേക്ക് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടും പോയതിന് 2 വഴക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബബിതയാണെങ്കിൽ പേടിച്ച് വിറച്ച് പോവാം കേട്ടോ. അപ്പം എന്താ ഇത്, ഇവിടെ വന്ന് നിൽക്കുകയാണോ ചെയ്യുന്നത്, എന്താ എനിക്കിവിടെ നിന്നൂടെ, അമ്മ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്, വെളിച്ചം കാണുമ്പോൾ പേടി വരുന്നതേ മനസ്സിൽ ഇരുട്ടുള്ളവർക്കാണ്. ആണോ, എനിക്കറിയത്തില്ലായിരുന്നു, പറഞ്ഞതേനെ വളരെ നന്ദി കേട്ടോ
എടി നീ എവിടെയാണ് പോയത് ഈ രാത്രി? ഞാൻ രോഹിത്തേട്ടൻ്റെ മുറിയിലേക്ക് പോയതാ. എന്തിനാടി ഈ പാതിരാത്രി അവൻ്റെ മുറിയിലേക്ക് പോയത്? എന്തിനാന്നോ? കുറച്ച് ഉണക്കമത്തി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അത് കൊടുക്കാൻ പോയതാ എന്ന് ബബിത ദേഷ്യത്തോട് പറയാം. പെണ്ണെ, നിൻ്റെ അധിക പ്രസംഗമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പിന്നെ അല്ലാതെ അമ്മ എന്തായി പറയുന്നത്? ഞാൻ രോഹിത്തേട്ടൻ്റെ റൂമിലേക്ക് പോയെങ്കിൽ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. ഞാൻ എൻ്റെ ആങ്ങളയുടെ മുറിയിലേക്കല്ലേ പോയത്. അതിന് നേരവും കാലമൊക്കെ ഉണ്ട്. പാതിരാത്രിയല്ല പ്രായം കഴിഞ്ഞ പെണ്ണ് ചെറുക്കന്മാരുടെ റൂമിലേക്ക് കയറി പോകുന്നത് എന്ന് പറഞ്ഞു ബൈജ. നേരം വെളുക്കുമ്പോൾ പോയാൽ പോരെ? നേരം വെളുക്കുമ്പോൾ അവൻ എങ്ങോട്ടും ഓടിപ്പോവില്ലല്ലോ എന്ന് ബൈജ. അമ്മ എന്തൊക്കെയായി പറയുന്നത്? എൻ്റെ ആങ്ങളയുടെ മുറിയിൽ എപ്പോഴും വേണമെങ്കിലും എനിക്ക് കയറി പോക്കൂടെ? ആങ്ങളെയായാലും പെങ്ങളെയായാലും ശരി, പ്രായം കഴിഞ്ഞാലേ കുറച്ച് അകലമൊക്കെ പാലിക്കണം. ഓ അത് ശരി, ഞാനും എൻ്റെ രോഹിത്തേട്ടനും അകലം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണോ അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ആണോ? അവിടെ ഇരുന്നു കൊണ്ട് ഭൂതക്കണ്ണാടിയിൽ നോക്കുന്നുണ്ടായിരുന്നോ അമ്മ ഇവിടെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന്? ആണോന്ന്? ഞാൻ എല്ലാത്തിൻ്റെ കുറവൊക്കെ ഇവിടെ കാണുന്നുണ്ടടി എന്ന് പറയാണ് ബൈജ. അതെ, ഞാനും എൻ്റെ രോഹിത്തേട്ടനും തമ്മിൽ എന്തകലം പാലിക്കണമെന്നാണ് അമ്മ എങ്ങനെ പറയുന്നത്? അമ്മയുടെ കൊല്ലപ്പള്ളിയിലുള്ള സഹോദരന്മാരോട് എത്രമാത്രം അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു? അതിൻ്റെ കൃത്യമായിട്ട് അകലം പറ, എങ്കിൽ പിന്നെ ഞാനും അതുപോലെ ചെയ്യാം. എടി, മണ്ടത്തരം പറഞ്ഞാലുണ്ടോ നിന്നെ ഞാൻ ശരിയാക്കും. ആദ്യമേ അമ്മയുടെ മനസ്സിൽ നിന്ന് ദുഷിച്ച വിഴുപ്പൊക്കെ എടുത്ത് കളയും, അല്ലാതെ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ ബൈജയ്ക്ക് ദേഷ്യം വരുമോ? എടി, നീ എന്തൊക്കെയാടി പറയണത്? മര്യാദയ്ക്ക് നീ എൻ്റെ അടുത്ത് നിന്ന് പൊക്കോ, ഞാൻ ഒരു ഒറ്റ വീക്ക് വെച്ചതാണല്ലോ എന്ന് പറഞ്ഞു കൈ ഓങ്ങാട്ടോ. അന്നേരം ബബിത തിരിഞ്ഞ് പോകുമ്പോഴത്തേക്കും ബബിത മനസ്സിൽ ഇങ്ങനെ പിറുവിറുത്തോണ്ട് പോവാം. പണ്ടെങ്ങാനും ആരെന്നെങ്കിലും വല്ല പണിയും കിട്ടി കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംശയിക്കുന്നതെന്ന്. ഇത് ചെറുതായിട്ട് എന്തൊക്കെയോ നമ്മുടെ വൈജ കേട്ടു കേട്ടോ. വൈജയ്ക്ക് വീണ്ടും ദേഷ്യം വന്നു. എന്തൊക്കെയാണ് നീ പിറുവിറുത്തിട്ട് പോകുന്നത്? പറയുമ്പോൾ കേൾക്കണമായിരുന്നു. ഇനി എനിക്ക് ഒന്നേന്ന് പറയാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു കൊണ്ട് ബബിതയും പോവാം കേട്ടോ. റൂം അടയ്ക്കുകയാണ് ദേഷ്യം വന്നിട്ട്. വൈജ ആകെ അല്ലാതെ ടെൻഷനിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓരോരുത്തരുടെ വായിൽ നിന്ന് കുത്തുവാക്കുകളാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മുടെ ബബിതയ്ക്കാണെങ്കിൽ ടെൻഷനും കൂടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അച്ഛനോട് പോയി സോറി അറിയാൻ പറ്റുന്നില്ല. രോഹിത്തേട്ടൻ ഇങ്ങനെ ഉപദേശിച്ചു. തിരിച്ച് വന്നപ്പോൾ വീണ്ടും അമ്മയായിട്ട് ഉടക്ക്. അങ്ങനെ റൂമിൽ പോയി വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഒന്ന് അലീന ചേച്ചി വിളിച്ച് സംസാരിച്ചായിരുന്നെങ്കിൽ മനസ്സിലൊരു സമാധാനം കിട്ടുമായിരുന്നു എന്നൊക്കെ മനസ്സ് ചിന്തിക്കുന്ന നേരത്ത് തന്നെയാണ് അലീന ഫോണിൽ ഇങ്ങോട്ട് വിളിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ബബിതയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ചേച്ചി എങ്ങനെ അറിഞ്ഞു എനിക്ക് വിളിക്കണം താല്പര്യമുണ്ടെന്ന്? എടി, പിന്നെ എനിക്ക് വിളിക്കേണ്ടായോ? അതെ, അല്ല ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങോട്ട് വിളിക്കുന്നു. അതിനു മുമ്പേ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചില്ലേ, അതുകൊണ്ടാണ്. എനിക്ക് ഇപ്പോഴാണോ സമയം കിട്ടിയതല്ലേ വിളിക്കാൻ? എടി, നല്ല ജോലി തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്നിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. അതൊക്കെ പോട്ടെ, അവിടെ എന്താ വിശേഷം? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ഭയങ്കര പാടുള്ള ജോലിയാണോ ചേച്ചി എന്നൊക്കെ ബബിത ചോദിക്കുക. കുഴപ്പമില്ല, ജോലിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി വെറുതെ ഇരിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഇവിടെ നമ്മുടെ ബബിത ചോദിക്കുന്നുണ്ടോ. ഇവിടെ ബോറടിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ബബിത പറയാം, അങ്ങനെ ബോറടിക്കുന്നെങ്കിലേ 10-25 കല്ലെടുക്കണം, മേശപ്പുറത്തേക്ക് തറയിൽ വെക്കണം, അവിടെ നിന്ന് എടുത്ത് മേശയ്ക്കകത്ത് ഓരോന്ന് വിധം എണ്ണി ഇടണം, തിരിച്ച് വീണ്ടും എടുത്ത് വെക്കണം. ഇത് കുറേ സമയം ചെയ്യുമ്പോൾ ബോറടി മാറും. പിന്നെ നടുവേദനയൊന്നും വരത്തില്ല ചേച്ചി എന്നിങ്ങനെ തമാശയിൽ പറയാട്ടോ. ആ സമയത്ത് ബബിത അലീന പറയുന്നത്, അയ്യോടി നീ അങ്ങ് ചെയ്താൽ മതി അതൊക്കെയെന്ന്. അങ്ങനെ ഇവിടുത്തെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രാത്രിയായില്ലേ, എല്ലാവരോടും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ടാണോ നീ ഉറങ്ങിയത്? രോഹിയുടെയൊക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഞാൻ ഇന്ന് ഒന്നും പറഞ്ഞില്ല, ഇന്നിവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എന്ന് പറയാം കേട്ടോ. എന്നെയും നമ്മൾ 3 പേരെയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അമ്മയ്ക്ക് തീരെ സഹിക്കാനാവുന്നില്ല ചേച്ചി. അപ്പം അത് എങ്ങനെയെങ്കിലും പൊളിക്കണം, അതൊക്കെയാണ് ഇവിടെ അമ്മയുടെ ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താ നിനക്ക് പ്രശ്നം അവിടെ? അപ്പോഴാണ് രോഹിയോട്ട് സംസാരിക്കാൻ പോയതും അമ്മ എന്നോട് ചോദ്യം ചെയ്തതും കാര്യങ്ങൾ പറയണതും ഒക്കെ ബബിത പറയാനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അലീനയ്ക്ക് അത് നല്ല വിഷമമാവുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾ 3 പേരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരിക്കാനായിട്ട് നോക്കും. 3 അച്ഛനുൾപ്പെടെ 4 പേരും. അന്നേരം അതൊന്നും തകരാനായിട്ട് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളങ്ങനെ നിന്ന് കൊടുക്കരുത്, നിങ്ങളുടെ ആ ഒരു ബോണ്ട് അത് വിട്ടുകൊടുക്കുകയും ചെയ്യരുത് എന്ന് അലീന പറയാം കേട്ടോ. അപ്പം ഞാനും കൂടെ അവിടെ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ചിലപ്പം അമ്മയ്ക്ക് സഹിക്കാനൊന്നും ആവത്തില്ല, അതാണ് കാര്യം എന്ന് ബബിതയും അലീനയും കൂടെ പറയുന്നുണ്ട്. എന്നാലും അലീന പറയുന്നുണ്ട്, മാക്സിമം നിങ്ങൾ ക്ഷമയോടുകൂടി പോകണം, ഒരിക്കലും അമ്മയോട് വഴക്കുണ്ടാക്കാൻ ഒന്നിനും പോയേക്കരുതെന്നും പറയുകയാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ അലീന ചേച്ചി ഒരു കാര്യം ഓർത്ത് നോക്ക്, അമ്മ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യം രോഹിതൻ എങ്ങാനും കേട്ടിരുന്നെങ്കിലോ, എന്തുമാത്രം വിഷമം അവനുണ്ടായിരുന്നേനെ. പാവം രോഹിയേട്ടൻ പിന്നെ ചിന്തിക്കില്ലേ പഴയ കാര്യങ്ങളെല്ലാം. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഇങ്ങനെ തന്നെ മറ്റുള്ളവരുടെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മ എന്തും ചെയ്യും. അമ്മയുടെ ഓരോ ഉപദേശവും പറച്ചിലൊക്കെ കണ്ടെത്തുന്നു, എപ്പോഴും നമ്മളെ നോക്കി കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. ഇതുവരെ ഈ അമ്മ എവിടെയായിരുന്നു? എടി മോളെ, നീ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മാഡം നിങ്ങളെന്ന് തെറ്റിദ്ധരിച്ചിട്ടല്ല, നിങ്ങൾ ആങ്ങളെയും മകളെ ഒരിക്കലും മാഡം തെറ്റിദ്ധരിക്കില്ല. പക്ഷേ നിങ്ങൾ 4 പേര് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമല്ലേ, മാഡം തോന്നും. അപ്പോഴത്തേക്ക് മാഡം എന്താ വിചാരിക്കുക? അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേന്ന്.
നിങ്ങളുടെ ആ ഒരു ബോണ്ട് പിരിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും പല പല കാര്യങ്ങളും ശ്രമങ്ങളും ഉണ്ടാവും ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളതിൽ വിട്ടുകൊടുക്കരുത്. എന്നാലും ചേച്ചി മറ്റുള്ളവരുടെ മനസ്സ് വിഷമിച്ചിട്ട് എന്ത് സുഖമായി അമ്മയ്ക്ക് കിട്ടുന്നത്? എടി അധികാരം പിടിച്ചെടുക്കാനുള്ള മാഡത്തിൻ്റെ ശ്രമമാണ്. പിന്നെ അധികാരം സ്നേഹിച്ച് അധികാരം പിടിച്ചെടുക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അമ്മയ്ക്കല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എപ്പോഴും അമ്മയുടെ ഇഷ്ടം നടക്കണം, അമ്മയ്ക്ക് മാത്രം സന്തോഷം. അച്ഛനാണെങ്കിൽ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ? അച്ഛനാണെങ്കിൽ യാതൊരു വിലയും കൊടുത്തിട്ടില്ല. അന്ന് നിങ്ങളെല്ലാവരും മാഡത്തിൻ്റെ സൈഡല്ലായിരുന്നോ? ഇനിയിപ്പം ഞങ്ങളെല്ലാം കേൾക്കേണ്ടി വരും. ഏത് നല്ലത് ചെയ്താലും കുറ്റം മാത്രം കേൾക്കണം. പിന്നെ എന്തിനെങ്കിലും ഒരു സർവൈവൽ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് അന്നും ഞങ്ങൾ അമ്മയുടെ കൂടെ നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ്. ഇനി അങ്ങനെ വിട്ടുകൊടുക്കരുത്, ന്യായത്തിൻ്റെ ഭാഗം നിൽക്കണം, മനസ്സിലായോ? ആരോടും ഒന്നിനോടും നീതി പുലർത്താൻ അല്ലെങ്കിൽ പറ്റത്തില്ല. പിന്നെ നീ എപ്പോഴും എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയതാവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്നേഹവും നീതിയും ഒക്കെ കൊണ്ട് മാഡത്തിനെ നിങ്ങളുടെ ഒപ്പം വരുത്തണം. പിന്നെ വഴക്കൂടാണ്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് അലീന നല്ലപോലെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ബബിത പറഞ്ഞുകൊണ്ട് ചേച്ചി ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തിനാണ് നീ വിഷമിക്കണേ? നിൻ്റെ കൂടെ ഞാനില്ലേ, നീ സമാധാനത്തോടെ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. പിന്നെ ധൈര്യമായിട്ടിരിക്കും. പിന്നെ നിനക്ക് എന്നെ കാണണോ? ഇങ്ങോട്ട് വരണ്ട, പിന്നെ വീട്ടിലോ കോളേജിലോ അവിടെ എവിടെയെങ്കിലും വിളിക്ക്, ഞാൻ വരാം എന്നിങ്ങനെ അലീന പറയാട്ടോ. അപ്പം ബബിത മിണ്ടാതിരിക്കാനുണ്ട്. ബബിത പറയുന്നുണ്ട്, എനിക്ക് അലീന ചേച്ചി ഒന്ന് കാണണമെന്നുണ്ട്. അലീന ചേച്ചി താമസിക്കുന്ന സ്ഥലത്തെ ലൊക്കേഷനൊക്കെ ഒന്ന് അയച്ചു തരാമോ? അയ്യോ അതെന്തിനാ, അച്ഛനോട് ചോദിച്ചാൽ മതി, അതൊക്കെ പറഞ്ഞു തരും. അച്ഛനോട് ചോദിച്ചില്ലെങ്കിലും ഞാൻ വരും. അതെങ്ങനെയാടി? അലീന ചേച്ചിയുടെ ഒരു ഫോട്ടോ കൊണ്ടേ സ്റ്റേഷനിൽ കൊടുത്താൽ മതി, പോലീസ് എന്നെ കണ്ടുപിടിച്ച് എനിക്ക് കാണിച്ചു തന്നോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബബിതയ്ക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. ബബിതയ്ക്ക് താങ്ങാനാവുന്നില്ല. എനിക്ക് ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയെന്ന് തോന്നുക കേട്ടോ. അങ്ങനെ പറയാനുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ മോളെ, ഇപ്പം നീ കിടക്കുക, ചെല്ല്, ചേച്ചി പറയണത് കേൾക്കുക. ഇല്ല ഞാൻ പിന്നെ കിടന്നോളാം. എടി നിന്നോടാണ് ഞാൻ പറയുന്നത്, ചെന്ന് കിടക്കാൻ, ഫോൺ വെക്ക്, പറയുന്നതനുസരിക്കും. എന്നാൽ ചേച്ചി കിടന്നോ. ഞാൻ കിടന്നോളാം, ഞാനും നിൻ്റെ കൂടെ തന്നെയാണുള്ളത്, കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ട്, ഒന്നും നീ ആലോചിക്കരുത്. പിന്നെ ചേച്ചി വെക്കല്ലേ, ഉറങ്ങല്ലേ. ചേച്ചി ഞാൻ ഉറങ്ങുന്നവരെ വെക്കുമോ ഫോണ്? ഇല്ലെന്നേ, ഞാൻ വെക്കില്ല, ഞാനിവിടെ ഓൺ ചെയ്ത് വെച്ചേക്കാം, പിന്നെ നീ ഉറങ്ങിക്കോ. അങ്ങനെ അലീന വീണ്ടും ഫോണിൽ കൂടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അലീനയുടെ ശബ്ദം കേട്ട് ബബിത ഉറങ്ങണം. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.